ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് നിരവധി ഗുണങ്ങളാണ്. ഇത് ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ് എനിക്ക് ഇന്നിതിപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഹിമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാനായിട്ട് സഹായിച്ചു. ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹിമോഗ്ലോബിൻ വളരെ കുറവായിരുന്നു. അപ്പോൾ അത് കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്കാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ശരീരക്ഷീണമൊക്കെ പെട്ടെന്ന് അകറ്റിയെടുക്കാനായിട്ടും സാധിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇതിൻ്റെ മറ്റു ഗുണങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 3 ചെമ്പരത്തിപ്പൂവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടും മറ്റു കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഇതളുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പാനീയം തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു. അലങ്കാര സസ്യമായി ഉപയോഗിച്ചിരുന്ന ചെമ്പരത്തിപ്പൂ ഔഷധം കൂടിയാണ്. ഇതിൻ്റെ പൂക്കളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നതെങ്കിലും ഇലയും മൊട്ടും വേരും എല്ലാം വിവിധ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, കാൽസ്യം, നാരുകൾ, ഫോസ്ഫറസ്, ഇരുമ്പ്, മഗ്നീഷ്യം, വൈറ്റമിൻ എ, നിയാസിൻ, തയാമിൻ എന്നിവയെല്ലാം ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂടും വിയർപ്പും ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ ശരീരക്ഷീണം അകറ്റാനായിട്ട് വളരെ നല്ലൊരു ഡ്രിങ്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഇട്ട് തിളപ്പിച്ചത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു റെഡ് കളറിലെ പാനീയമായിട്ട് മാറിയിട്ടുണ്ടാകും. അതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള കളറാണ്. പിന്നെ നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ്സായിട്ട് നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങാനീരാണ് കേട്ടോ. നാരങ്ങാനീര് കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പാനീയത്തിൻ്റെ കളറ് അതിമനോഹരമായി മാറുകയാണ്. അതുപോലെ തന്നെ രുചിയും നല്ലതാണ് കേട്ടോ. മധുരം വേണമെന്നുള്ളവർക്ക് തേൻ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു ചെമ്പരത്തി പാനീയം കഴിക്കുന്നത് കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ച് കഷായം ഉണ്ടാക്കി നമ്മൾ കുടിക്കുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ രക്തസമ്മർദ്ദമുള്ള ആൾക്കാർക്ക് ഇത് പതിവായിട്ട് കുടിക്കുന്ന വഴി രക്തസമ്മർദ്ദം കൺട്രോളാക്കിയിട്ടും വളരെ നല്ല ഒരു പരിഹാര മാർഗ്ഗമാണത്. ഒരുപാട് പെട്ടെന്ന് കുറയത്തൊന്നുമില്ല. നമ്മൾ 3 ചെമ്പരത്തിപ്പൂ എടുത്തു കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ട് ഒരു 5-6 ഇതളുകൾ എടുത്തിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തുല്യ അളവിൽ പാലും കൂടി ചേർത്തിട്ട് നമ്മൾ 7 ദിവസം കുടിക്കുന്നത് ഉന്മേഷക്കുറവുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റിയ മറ്റ് അവസരങ്ങളെന്ന് പറയുന്നത് പലതരം പനികളൊക്കെ ഉണ്ടല്ലോ, പകർച്ചപ്പനികൾ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കുടിക്കുന്നത് നല്ലതാണ്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ ക്രമക്കേട് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാനീയമാണ്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഒരാഴ്ച കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ വെള്ളപ്പോക്കുള്ള ആൾക്കാർക്ക് അതിനൊരു ശമനം കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുക, അതൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ മലബന്ധം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ടുകൾ. അതിനായിട്ട് 3 ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ടുകളെടുത്ത് നന്നായിട്ട് ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുക. ഇത് ദിവസവും രാത്രി ചവച്ചരച്ച് കഴിക്കുക. ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഗർഭിണികളായവർ ഈ ഒരു ചെമ്പരത്തി ചായ കുടിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം.